ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ നേരം മാക്സിമം അവിടെയുള്ള കുറച്ച് നല്ല ആളുകളുമായിട്ട് കുറച്ച് സമയം എനിക്ക് കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു വീഡിയോയും കൂടെയാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാര്യം, വലിയ കാര്യത്തിൽ ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അടിപൊളി ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റൂമിൽ അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ ദീപിക എല്ലാവരും കൂടെ ചായ കുടിക്കാനായിട്ട് പോയി. ഞങ്ങൾക്ക് സ്ഥിരം ചായ കിട്ടുന്ന അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഞങ്ങളുടെ ടൈം കഴിഞ്ഞത് കാരണം അവർ തിരിച്ച് നടന്നു വന്നപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്തൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ, നിങ്ങൾ ചായ കുടിക്കാൻ വന്നതാണോ, എങ്കിൽ വീട്ടിൽ വന്ന് ചായ കുടിക്കുക, ഞങ്ങൾക്ക് അവിടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരപ്പോൾ നേരെ ആ വീട്ടിലോട്ട് പോയി ചായ കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ അതിൻ്റെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്നതിൻ്റെ അടുത്ത ദിവസമാണ് അവിടുത്തെ കല്യാണം. അപ്പോൾ അവർ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള തിരക്കിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ദീപിക എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി, ഞങ്ങളിങ്ങനെ അടുത്ത് ചായ കുടിക്കാനായിട്ടിരിക്കുവാണ്. ചേച്ചി വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് ലക്ഷദ്വീപിലെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ അവൾ എന്ത് കിട്ടിയാലും എൻ്റെ അടുത്ത് പറയും കേട്ടോ. ചേച്ചി ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട്, ചേച്ചിക്ക് വന്ന വീഡിയോ എടുക്കാം, ചേച്ചി അതവിടെ ഉണ്ട്. അവൾ അങ്ങനെ എന്നെ എല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു കുട്ടിയാണ് ദീപിക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് എന്നെ വിളിച്ച് പറയുന്ന ഒരാളാണ് അവൾ. അതുമാത്രമല്ല, അവിടെ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ വീഡിയോ എടുക്കുന്നത്, എല്ലാവരെ കൊണ്ടൊന്നും അതൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവരെല്ലാവരും ഭയങ്കര വീഡിയോയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അതുമാത്രമല്ല, ചെന്നോടനെ എനിക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന പലഹാരങ്ങളിൽ നിന്നൊക്കെ എടുത്ത് തരികയും ചായ തരികയും നിന്ന് കാര്യം പറയുകയൊക്കെ ആയിട്ട്, പിന്നെ അവിടുത്തെ പലഹാരങ്ങളെക്കുറിച്ച് അത് ഉണ്ടാക്കുന്ന രീതിയും കല്യാണത്തിന് എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയുള്ളത് നല്ല രീതിയിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ കുറച്ച് സമയത്തിൽ എനിക്ക് കിട്ടിയ ഭയങ്കര നല്ലൊരു കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു. എന്തായാലും നമുക്കത് കാണാം. എവിടെ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് പോവാ, ടൂറായിട്ട് അങ്ങനെ പോവാ, അല്ലാതെ ഞാൻ നേരത്തെ പോയി. കാണിക്കാം. നമുക്ക് നാളെ പറ്റുമെങ്കിൽ എല്ലാവർക്കും നാളെ എല്ലാരെയും കൂടെ കാണാം. കുഴപ്പമുണ്ടോ? ഒരാള് തിരിച്ചെങ്ങരുത്. പേരെന്തോ പറഞ്ഞോ? ആരെ കല്യാണോ? ഡ്രസ്സൊക്കെ എടുത്തോ? ഞാൻ പേര് പറഞ്ഞു തരാം. എന്തോ എന്തേലും പറഞ്ഞോ? ആരാ കല്യാണോ? ഓ, അത് ശരി. ഹലോ. ഇതല്ലേ ഡ്രൈ ഫിഷ്? ഓക്കെ. ഡ്രൈ ഫിഷ് പീരയല്ലേ, തേങ്ങാപ്പീര, അതും പൊടിച്ചിട്ട് വറുത്ത് ഇതിന്റെ അകത്ത് വെച്ച്. ഇത് മധുരത്തിലും ഉണ്ട്, മധുരത്തിലുണ്ട്, റവ കൊണ്ട്. ഇത് മാസ്മീൻ ഡ്രൈ ഫിഷ്. നമ്മുടെ ഇത് ചൂര, മാസപ്പ. ഇത് മാസപ്പം. ഇത് സ്പെഷ്യലാണോ ഇവിടെ കൊടുക്കുന്നേ? ഇത് മറ്റേ പുതുമാരന്റെ വീട്ടിലേക്ക് കൊടുക്കുന്ന. അങ്ങോട്ട് കൊടുത്തു വിടും. ഓക്കെ. പലതും ഉണ്ട്, ഇത് മാത്രമല്ല, കുറെ മധുര പലഹാരങ്ങൾ കൊടുത്തു വിടും. പലഹാരത്തിന്റെ കൂടെ ഇതുണ്ട്. ഓ, ഓക്കെ. എല്ലാ പലഹാരം, പഞ്ചാരപ്പാറ്റ, മാതിരി, അച്ചപ്പം, ഇതൊക്കെയല്ലേ മാസപ്പം. പിന്നെ മുട്ടമാല, തരിമണ്ട, പിന്നെ മുട്ടക്കൂസ്, മുട്ട മറിച്ചത്, തരിപ്പോള, പിന്നെ പഞ്ചാരപ്പാറ്റ, കടലക്കാപ്പം, ഇതൊക്കെ കൊടുത്തയക്കുന്ന. ഇതിലും കുറെ കൂടുതലുണ്ട്. തുടങ്ങും. ഈത്തപ്പഴം ഹൽവ,
ബൂസ്റ്റ് ഹലുവ, സാധാരണ ഞങ്ങളെ നാടൻ ചക്കരയിൽ ഉണ്ടാക്കുന്ന ഹലുവ ഉണ്ട്, അതും പിന്നെ അച്ചപ്പം, മുറുക്കപ്പം, എല്ലാ തരങ്ങളും ഉണ്ടാവും. ഇതാണ് സ്പെഷ്യലായിട്ട് കൊടുത്തത്. പിന്നെ ഫുഡ് എല്ലാം ഏതൊക്കെ ബിരിയാണി ഉണ്ട് എല്ലാ മോഡലും ഉണ്ടാവും. കുഴിമന്തി ഉണ്ടാവും, പിന്നെ മഞ്ഞൾ ബിരിയാണി ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, നെയ്ച്ചോറുണ്ടാവും, സാധാരണ തേങ്ങാച്ചോറുണ്ടാവും, ഫ്രൈഡ് റൈസ് ഉണ്ടാവും, പിന്നെ മന്തി പറഞ്ഞു, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടാവും, ചില്ലി ഡ്രൈ ഫ്രൈ ഉണ്ടാവും, ഫ്രൈ ഉണ്ടാവും, ലിവർ ഫ്രൈ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കെലാഞ്ചിയും പാലും എല്ലാ ഐറ്റവും കൊടുക്കും. കല്യാണം ഇവിടുത്തെ കല്യാണം രാവിലെ 9 മണിക്ക് നിക്കാഹ്, രാത്രി ഫുള്ളും നാട്ടുകാർക്ക് ഭക്ഷണം. പുതിയ പിള്ളേനെ ഇവിടെ നിക്കാഹ് കഴിഞ്ഞാൽ കൊണ്ടുവരും. ഇല്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് ഇവിടെ കഴിക്കണ്ടോ? പള്ളി നിക്കാഹ് കഴിഞ്ഞിട്ട് ഇവിടെ മുഹൂർത്തത്തിൽ കൊണ്ടുവന്ന് മണിയറയ്ക്ക്. അതിനുശേഷം രാത്രി മൊത്തം നാട്ടുകാർക്ക് ഫുഡ്. ആയിക്കോട്ടെ. ഒപ്പനൊക്കെ ഉണ്ടാവും, ഒപ്പന ഉണ്ടാവും. പിന്നെ മഞ്ഞ കല്യാണം ഉണ്ടാവും, പച്ചക്കല്യാണം, എല്ലാ കല്യാണവും ഉണ്ടാവും. പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകും കല്യാണം കഴിഞ്ഞിട്ട്, 2 ദിവസം കഴിഞ്ഞിട്ട്. ഇല്ല, ഫസ്റ്റ് ഡേ മുഹൂർത്തം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് അപ്പം മുഹൂർത്തത്തിൽ കൊണ്ടുപോകും. പിറ്റേ ദിവസം അല്ല, അപ്പം തന്നെ കൊണ്ടുവരും. ഉണ്ടാവും, നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഉണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. അവര് ക്ഷണിക്കും. അപ്പൊ ഇവര് വീട്ടിലൊക്കെ പോയി ഫ്രണ്ട്സിനെ ക്ഷണിക്കും. അങ്ങനെയല്ല, 2-3 ദിവസം കഴിഞ്ഞു. നല്ല ദിവസം. ഇത് എത്ര തേങ്ങ വേണം? 100. ഇത് എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട്? കണക്കുണ്ടോ? ഇല്ല, അങ്ങനെ അല്ലാതെ അങ്ങ് ഉണ്ടാക്കുന്നു. അതിനകത്താ കൊടുത്തു വിടുന്നേ? ഓക്കെ ഓക്കെ. സ്പീക്കറല്ല, മൈക്ക്. എന്താ പേര്? ഒരു ടാറ്റ പറ. ശരി. ഇവിടെ നേരെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ടായിരുന്നു പോയിരുന്നത്. ഇന്നത്തെ ദിവസമാണ് ഞങ്ങൾക്ക് അവിടെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.